ആത്മീയ വരങ്ങളെ തിരിച്ചറിയുവാൻ കഴിയാത്തതാണ് അനേകരുടെയും ഇന്നത്തെ പ്രശ്നം. അതിപ്പോൾ സ്വന്തം ജീവിതത്തിലേതാണെങ്കിലും മറ്റുള്ളവരുടേതാണെങ്കിലും ആത്മീയ വരങ്ങളെ വിവേചിച്ചറിയുവാൻ കഴിയാതെ വന്നാൽ അതേറെ ദോഷം ചെയ്യും. നമുക്ക് ഇന്ന് അത് ചിന്തിക്കാം. അനേകരെയും ചിന്താക്കുഴപ്പത്തിലാക്കുന്ന ഒരു കാര്യമാകുന്നു ആത്മീയ വരങ്ങളെ പലരും ഉപയോഗിക്കുന്ന വിധം. അന്യായ മാർഗങ്ങളിലൂടെ പണസമ്പാദനം നടത്തുകയും ജീവിതത്തിൽ യാതൊരു വിശുദ്ധിയും ഇല്ലാത്തവരായി ജീവിക്കുകയും ചെയ്യുന്ന പലരും ആത്മീയ വരങ്ങൾ ഉണ്ടെന്ന് അവകാശപ്പെടുന്നത് ശരിയാണോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അത് ന്യായമായ ചോദ്യമാണ്. ഒരാളുടെ ശുശ്രൂഷ ആത്മീയ വരം കൊണ്ടാണോ അതോ ജഡത്തിൻ്റെ പ്രദർശനം കൊണ്ടാകുന്നുവോ എന്നറിയുവാൻ പ്രധാനമായും 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നാമത്, ആത്മീയ വരം എപ്പോഴും ദൈവത്തിന് മാത്രം മഹത്വം ലഭിക്കണമെന്ന ഉദ്ദേശത്തോടെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ, ആത്മാവിൻ്റെ വരത്തിൽ ശുശ്രൂഷിക്കുന്ന വ്യക്തി ഒരിക്കലും തനിക്കെന്തെങ്കിലും ലാഭമുണ്ടാകണമെന്ന് അല്പം പോലും ആഗ്രഹിക്കുകയില്ല. തനിക്ക് നഷ്ടം വന്നാൽ പോലും ദൈവനാമം മാത്രം മഹത്വപ്പെടണം എന്ന ചിന്തയായിരിക്കും അങ്ങനെ ഉള്ളവരുടേത്. ഇനി രണ്ടാമതായി, ആത്മാവിൻ്റെ വരത്തിൽ ശുശ്രൂഷിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ആത്മീയ വർധന ഉണ്ടാകും. മറ്റുള്ളവർക്ക് ആത്മീയ വർധന ഉണ്ടാകാത്ത യാതൊരു ശുശ്രൂഷയും ആത്മാവിൻ്റെ വരത്തിൽ നിന്നുള്ളതല്ല, ജഡത്തിൻ്റെ പ്രവർത്തനം മാത്രമാകും എന്ന് മറക്കരുത്. നമ്മൾ ഇന്ന് പഠിക്കുന്ന കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങളിൽ ഈ വിഷയം വളരെ മനോഹരമായിട്ട് പൗലോസ് കൈകാര്യം ചെയ്തിരിക്കുന്നു. ആ ഭാഗം എടുത്താട്ട് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം. ആത്മിക വരങ്ങളെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ കൊരിന്തിലെ വിശ്വാസികൾക്ക് വിവരിക്കുന്ന ഭാഗമാണല്ലോ നാം പഠിക്കുവാൻ ആരംഭിച്ചത്. നാം 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വരെ ചിന്തിച്ചു കഴിഞ്ഞിരുന്നു. 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, വീര്യപ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. വീര്യപ്രവൃത്തികൾ എന്ന പദം ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ദൈവം നൽകുന്ന വരങ്ങൾ പ്രാവർത്തികമാക്കുന്നതിൽ വ്യത്യാസമുണ്ട് എന്നത്രേ. പല പ്രകാരത്തിലാണത് പ്രാവർത്തി പദത്തിൽ കൊണ്ടുവരുന്നത്. പ്രവർത്തന ശക്തിയെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ എല്ലാവരിലും പ്രവർത്തിക്കുന്നത് ഒരേ ദൈവമാകുന്നു. അവനത്രേ വിശ്വാസിയിലും പ്രവർത്തിക്കുന്നത്. ഏക ദൈവമേ ഉള്ളൂ എന്ന കാര്യമത്രേ ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എന്നാൽ അവനൊരു തൃത്വമാകുന്നു. തൃത്വം ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. അവിടെ ഒരു ഏകതയുണ്ട്. എന്നാൽ ഏകതയിൽ ഒരു വൈവിധ്യമുണ്ട് താനും. ഇത് ശ്രദ്ധിച്ചാലും പരിശുദ്ധാത്മാവാണ് വരങ്ങൾ നൽകുന്നത്. കർത്താവായ യേശുക്രിസ്തു ആകുന്നു വരങ്ങളുടെ നടത്തിപ്പുകാരൻ. അവ അവൻ്റെ നിയന്ത്രണത്തിലാണ്. പിതാവായ ദൈവം ആവശ്യമായ ശക്തി നൽകുന്നു. അതെ, അവനാകുന്നു വരങ്ങളെ പ്രാവർത്തികമാക്കുവാൻ നമ്മെ സഹായിക്കുന്നത്. ഇവയെല്ലാം യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തെ മഹത്വപ്പെടുത്തുന്നതിനും ഉയർത്തുന്നതിനും വേണ്ടിയത്രേ. 7-ാം വാക്യത്തിൽ, എന്നാൽ ഓരോരുത്തന് ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. ഒന്നാമതായി, വരം എന്നാൽ എന്ത് എന്ന് നമുക്കൊന്ന് നിർവചിക്കാം. എന്താണ് ആത്മാവിൻ്റെ വരം? അത് ശുശ്രൂഷയ്ക്കുള്ള കഴിവാണ്. അതൊരു പ്രവർത്തനമാണ്. ആത്മീക അർത്ഥത്തിൽ ഒരു വരം എന്നാൽ ഒരു വിശ്വാസിയിലൂടെ പരിശുദ്ധാത്മാവ് ഒരു പ്രത്യേക ശുശ്രൂഷ നിർവഹിക്കുന്നു. ആ ശുശ്രൂഷയ്ക്കായി വിശ്വാസിയെ ഉപയോഗിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയിൽ ഇത് ചെയ്യേണ്ടതാണ് എന്നുകൂടി ചേർക്കട്ടെ. ഇത് കുറെ കൂടി വ്യക്തിപരമായി പറഞ്ഞാൽ, ഞാൻ ഏതുമില്ല, എൻ്റെ കൈവശം ഒന്നുമില്ല, ദൈവത്തിനോ മനുഷ്യനോ ഞാൻ ഒരു പ്രയോജനവും ഉള്ളവനല്ല, എന്നെക്കൊണ്ട് ഒന്നും സാധ്യമല്ല എന്ന് ഞാൻ പറഞ്ഞാൽ അത് ഒരു ഭക്തി നിർഭരമായ ഭംഗിവാക്കല്ല, പിന്നെയോ യാഥാർത്ഥ്യം. എന്നാൽ അവൻ എനിക്കൊരു വരം നൽകി. ആ വരം ഞാൻ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ തന്നെ വെളിപ്പെടുത്തുന്ന ഒരേ ഒരു വിധം അതാകുന്നു എന്നത്രേ. എന്നാൽ ഓരോരുത്തരും ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു എന്ന് നാം വായിച്ചു. ആത്മാവിൻ്റെ പ്രകാശനം അതത്രേ ഒരു വരമെന്ന് പറയുന്നത്. ഒരു വരം എന്നാൽ ആത്മാവിൻ്റെ പ്രദർശനമാകുന്നു.
സ്വാഭാവികമായുള്ള അല്ലെങ്കിൽ പ്രകൃത്യാ ഉള്ള ഒരു വരം അഥവാ കഴിവ് എന്ന് ഇവിടെ അർത്ഥം വരണമെന്നില്ല. ഉദാഹരണത്തിന് ഒരു പെൺകുട്ടിക്ക് പാടുവാനുള്ള കഴിവ് ഉണ്ടെന്നിരിക്കട്ടെ. അനുഗ്രഹീതമായ ഒരു ശബ്ദമാണ് അവൾക്ക് ജന്മനാ ലഭിച്ചിരിക്കുന്നത് പോലും. എന്നാൽ അവൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലല്ല പാടുന്നതെങ്കിൽ ദൈവത്തിനത് ഉപയോഗിക്കുവാൻ സാധ്യമല്ല. അവനത് ഉപയോഗിക്കുകയുമില്ല. അതിനെ ആത്മാവിൻ്റെ വരം എന്ന് വിശേഷിപ്പിക്കുന്നത് തെറ്റാണ്. ഈ കാരണത്താലാണ് നമ്മുടെ ഇന്നത്തെ സാധാരണ ആരാധനകളിൽ സംഗീത ശുശ്രൂഷ വളരെ താണ ഒരു നിലവാരത്തിലേക്ക് കുറഞ്ഞു പോയിരിക്കുന്നത്. ശത്രു ഇന്ന് ഏറ്റവും അധികം പ്രവർത്തിക്കുന്നതും ഈ വിഭാഗത്തിലൂടെയാണ്. പാട്ടുകാർ ചിന്തിക്കുന്നത് അവർക്കാകെ വേണ്ടത് കഴിവും പരിശീലനവുമാകുന്നു എന്നത്രേ. അവർക്കിത് രണ്ടും ഉണ്ടെങ്കിൽ അവർ നേടി എന്നാണ് ചിന്ത. അവരെ കൂടാതെ ദൈവത്തിന് ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല എന്നത്രേ പലരും മനഃപൂർവ്വമായി വിശ്വസിക്കുന്നത്. എന്നാൽ വാസ്തവം എന്തെന്നാൽ ഇവരെ കൂടാതെ ദൈവത്തിന് വളരെ ഭംഗിയായി കാര്യം നിർവഹിക്കാം എന്നത്രേ. ഇന്ന് നമ്മുടെ നാട്ടിൽ കൂണഴിക്കുന്നത് പോലെയാണല്ലോ ക്രിസ്തീയ സംഗീത ട്രൂപ്പുകൾ പൊങ്ങി വരുന്നത്. രക്ഷിക്കപ്പെടാത്തവരും സമർപ്പണമില്ലാത്തവരും ഉൾപ്പെട്ട ഗ്രൂപ്പുകൾ സുവിശേഷീകരണത്തിന് സഹായിക്കുകയല്ല, അതിന് തടസ്സം നിൽക്കുകയാണ്. സ്വന്തം കഴിവുകൾ കാണിക്കുവാനുള്ള അവരുടെ ശ്രമം യേശുക്രിസ്തുവിനെ ഉയർത്തുന്നതിനായി പാവപ്പെട്ട ദൈവമക്കൾ ക്രമീകരിച്ചിരിക്കുന്ന കൺവെൻഷനുകളെ വിനോദങ്ങളാക്കി തരം താഴ്ത്തി ഈ ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിപ്പിക്കുന്നു. പല പാട്ടുകാരുടെയും സംഗീതോപകരണങ്ങൾ വായിക്കുന്നവരുടെയും വസ്ത്രധാരണം പോലും മറ്റുള്ളവരെ ആകർഷിക്കുവാൻ വേണ്ടിയാണ്. ആത്മനിറവില്ലാത്തവരെ സംഗീത ശുശ്രൂഷയ്ക്ക് ഉപയോഗിച്ചാൽ സുഹൃത്തെ നിങ്ങൾ തോറ്റുപോയി. സംഗീതം ഒരു വിനോദമായി കണ്ട് അവതരിപ്പിക്കുന്നവരുടെ ചുവട് പിടിച്ച് ക്രിസ്തീയ ആരാധനയിൽ സംഗീതം ഉപയോഗിച്ചാൽ എന്തൊരു നാണക്കേടാണ്. ആത്മാവിൻ്റെ വരമുള്ളവർ മാത്രമേ ക്രിസ്തുവിൻ്റെ നാമത്തെ ഉയർത്തുകയുള്ളൂ. പരിശുദ്ധാത്മാവിനാൽ ഉപയോഗിക്കപ്പെടുന്ന വരം ഒരിക്കലും ക്രിസ്തുവിന് മഹത്വം കൊടുക്കാത്ത സ്ഥാനങ്ങളിൽ പ്രയോഗിക്കുകയില്ല. പണസമ്പാദനത്തിനോ പേരിനോ പെരുമയ്ക്കോ ഒന്നും അത് ഉപയോഗിക്കപ്പെടുകയില്ല. ആത്മാവിൻ്റെ വരം ഒരിക്കലും കച്ചവട മനോഭാവത്തോടെ ഉപയോഗിക്കുകയില്ല. അത് ഏത് വരമാണെങ്കിലും സംഗീതത്തിൻ്റെ കാര്യം തന്നെ എടുത്താൽ വളരെ നല്ല ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ പല ട്രൂപ്പുകളും ഇന്ന് രക്ഷാനിർണയം പ്രാപിക്കാത്തവരുടെ കച്ചവട സ്ഥലങ്ങളായി മാറിയിരിക്കുകയാണ്, ഇല്ലേ? പ്രോഗ്രാം നടത്തുവാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോഴാണ് മനസ്സിലായത് ഗിത്താർ വായിക്കുന്ന ആൾ വന്നിട്ടില്ല. ഉടനെ കിട്ടിയ ഒരുത്തനെ വിളിച്ചിരുത്തി. ആൾ നല്ലതുപോലെ വായിച്ചു. പക്ഷേ അവനിലൂടെ പിശാച് ശുശ്രൂഷയിൽ ശരിക്കും പ്രവേശിച്ചു. ഈ പറഞ്ഞതുപോലെയുള്ള അബദ്ധങ്ങൾ ഇന്ന് സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അനേക സ്ഥലങ്ങളിൽ പോയി പ്രസംഗിക്കുവാനുള്ള അവസരങ്ങൾ എനിക്ക് ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ അനേക വർഷങ്ങളിലെ അനുഭവത്തിൽ നിന്നും ഞാൻ വളരെയേറെ ഈ കാര്യത്തിൽ പഠിച്ചു. എപ്പോഴാണ് പാട്ടുകാർ ശുശ്രൂഷയിൽ ഒരു മുതൽക്കൂട്ടാകുന്നതെന്നും എപ്പോഴാണ് അവർ ശുശ്രൂഷയെ ആകെ നശിപ്പിക്കുന്നതെന്നും ഞാൻ പറയാം. ചില സ്ഥലത്തെ പാട്ട് കേട്ട് കഴിയുമ്പോൾ തന്നെ അറിയാം അവിടെ പ്രസംഗം ഒട്ടും ഫലിക്കുവാൻ പോകുന്നില്ല എന്ന്. പ്രസംഗത്തിന് തൊട്ടു മുൻപ് ചില സ്ഥലങ്ങളിൽ ഒരാൾ പാടുന്ന പതിവുണ്ട്. പാട്ടിൻ്റെ വാക്കുകൾക്ക് കുഴപ്പമൊന്നുമില്ല, പാടുന്ന ആളിനും നല്ല ശബ്ദമായിരുന്നിരിക്കും. എന്നാൽ ആത്മാവിൻ്റെ പകർച്ച, ആത്മാവിൻ്റെ വരം അവിടെ ഉപയോഗിക്കാതിരുന്നതിനാൽ സകലവും നശിപ്പിച്ച പ്രതീതി അനുഭവപ്പെടും. എഴുന്നേറ്റ് നേരെ ചെന്ന് ആശീർവാദം പറഞ്ഞിട്ട് വീട്ടിൽ പോകുവാൻ തോന്നും. ഇന്ന് ഈ കാര്യത്തിൽ അനേകർക്കുമുള്ള അബദ്ധധാരണകൾ വളരെയാണ്. ഞാനിത് വ്യക്തമാക്കട്ടെ. ഒരു വിശ്വാസിയിലെ പ്രകൃത്യാവുള്ള കഴിവ് അല്ലെങ്കിൽ ജന്മസിദ്ധമായ കഴിവ് ഉപയോഗിക്കുവാൻ ആ വ്യക്തി പരിശുദ്ധാത്മാവിനെ അനുവദിക്കുമെങ്കിൽ അത് ഉപയോഗിക്കുവാൻ പരിശുദ്ധാത്മാവിന് സാധിക്കുമെന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിന് വിധേയപ്പെടുത്താത്ത ജന്മവാസനകൾ ഏതുമില്ല. ദൈവനാമ മഹത്വത്തിന് ഉതകുകയില്ല എന്നത്രേ ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ വളരെ ഇടുങ്ങിയ ചിന്താഗതിക്കാരനാകുന്നു എന്ന് താങ്കൾ പറഞ്ഞേക്കാം. ഞാൻ വളരെ വിശാലമായി ചിന്തിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു സുഹൃത്തെ. എന്നാൽ ദൈവവചനം പഠിച്ചപ്പോഴും എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് ഗ്രഹിക്കുവാൻ സാധിച്ചത് പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ദൈവപൈതലിനും മാത്രമേ ദൈവനാമ മഹത്വത്തിനായി എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കൂ എന്ന്. അല്ലാത്ത വ്യക്തി ആദ്യം തന്നെ ദൈവത്തെ ത്യജിച്ചിരിക്കുകയാണല്ലോ. ദൈവത്തെ അംഗീകരിക്കാത്തവൻ ദൈവകാര്യങ്ങൾ എങ്ങനെ പറഞ്ഞു ഫലിപ്പിക്കുവാനാണ്? അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയാറുള്ളത്, ദൈവ പൈതലായി തീർന്നിട്ടില്ലാത്തൊരു വ്യക്തിയെ നിങ്ങളുടെ പ്രോഗ്രാമുകളിൽ ഉൾപ്പെടുത്തരുതെന്ന്. എന്തെങ്കിലും വിരോധമുള്ളതുകൊണ്ടല്ല. അതെ, ആ വ്യക്തി എത്ര ഉന്നതനായിക്കൊള്ളട്ടെ, അങ്ങനെ ചെയ്യുന്ന പക്ഷം നിങ്ങൾ സാത്താൻ ഇടം കൊടുക്കുകയാകും. ഏതെങ്കിലും പ്രത്യക്ഷമായ പ്രത്യേക സ്വാഭാവിക കഴിവുകൾ ഇല്ലാത്തവരുണ്ട്. അവർ പറയും അവർക്ക് പാടുവാൻ കഴിവില്ലാത്തതിനാൽ, പ്രസംഗിക്കുവാൻ അറിയില്ലാത്തതിനാൽ, സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുവാൻ കഴിവില്ലാത്തതിനാൽ അവർക്ക് ചെയ്യുവാൻ ഒന്നുമില്ല, അവർ ബെഞ്ചിലിരുന്ന് എല്ലാം ആസ്വദിച്ചോളാമെന്ന്. സഭയിൽ ചെയ്തിരിക്കുന്ന ഏറ്റവും ശോചനീയമായ ഒരു തെറ്റതത്രേ. ഇന്നൊരു വലിയ വിഭാഗത്തെ ഒഴിച്ചു നിർത്തിയിരിക്കുന്നു. ഇവിടെ നാം വായിച്ച 7-ാം വാക്യം പറയുന്നത് എല്ലാ വിശ്വാസികൾക്കും ഓരോ വരമുണ്ട് എന്നത്രേ. അതെ, ഓരോ വിശ്വാസിക്കും. ഇത് പുരുഷനെ ഉദ്ദേശിച്ച് മാത്രമല്ല, സ്ത്രീയുടെ കാര്യവും കൂടിയാണ്. താങ്കൾ ആരാകുന്നു എന്ന വ്യത്യാസം ഇവിടെ ഇല്ല എന്നോർക്കണം.
താങ്കൾ ഒരു ദൈവപൈതലാകുന്നു എങ്കിൽ താങ്കൾക്കൊരു വരമുണ്ട്. വിശ്വാസികളുടെ സമൂഹത്തിൽ അതിലെ ഒരംഗമായി താങ്കളെ ആക്കിയിരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ ഒരു അവയവമായി താങ്കൾ പ്രവർത്തിക്കേണ്ടതാണ്. ആത്മീക വരത്തിൻ്റെ ഉദ്ദേശം എന്താണ്? അത് സഭയുടെ വളർച്ചയ്ക്കാണ്, വിശ്വാസികളുടെ സമൂഹത്തിൻ്റെ പണിക്ക്. അത് സ്വാർത്ഥപരമായി ഉപയോഗിക്കുവാൻ പാടില്ല. പിന്നെയോ മറ്റു വിശ്വാസികൾക്ക് ആത്മീക സഹായം, ആത്മീക വളർച്ച നൽകേണ്ടതിനു വേണ്ടി ഉപയോഗിക്കണം. കൃപാവരങ്ങളിൽ വിവിധത്വം ഉണ്ടെങ്കിലും ലക്ഷ്യമൊന്നു തന്നെയാണ്. എല്ലാവർക്കും പ്രയോജനകരമായി തീരുകയും സഭയ്ക്ക് ആത്മീക അഭിവൃദ്ധി ഉണ്ടാകുകയും ചെയ്യുന്നു. കൃപാവരം ലഭിച്ചിരിക്കുന്ന ആളിൻ്റെ വ്യക്തിമാഹാത്മ്യം പ്രകടിപ്പിക്കാനല്ല വരം കൊടുത്തിരിക്കുന്നത്. കാണാനുള്ള കഴിവ് കണ്ണിനുള്ളത് അതിൻ്റെ പ്രശംസയ്ക്ക് വേണ്ടിയല്ല, ആളിൻ്റെ മൊത്തത്തിലുള്ള നന്മയ്ക്കാണ്. 8-ാം വാക്യത്തിൽ നാം വായിക്കുന്ന, ഒരുത്തൻ ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനവും മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വചനവും നൽകപ്പെടുന്നു. ജ്ഞാനം എന്നാൽ സത്യത്തിലേക്കുള്ള ഉൾക്കാഴ്ച എന്നാണ്. തിരുവചനത്തിലെ കാര്യങ്ങൾ അറിയുവാൻ എല്ലാവരാലും സാധ്യമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ഉപദേഷ്ടാക്കന്മാരുടെ ആവശ്യമുള്ളത്. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ഉപദേഷ്ടാക്കന്മാരെ നൽകിയിരിക്കുന്നു. ദൈവവചനത്തിലെ സത്യങ്ങളിലേക്കുള്ള ഉൾക്കാഴ്ചയാണ് ജ്ഞാനം. പരിജ്ഞാനം എന്നാൽ സത്യത്തെ പരിശോധിച്ചറിയുക, അല്ലെങ്കിൽ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക. ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ അനേകർക്കും സമയമില്ല. ആഴങ്ങളിൽ നിന്നും മുത്തുകൾ പെറുക്കിയെടുക്കുവാൻ സാധിക്കുന്നില്ല എന്ന് ചുരുക്കം. പലർക്കും അതിനുള്ള സമയമില്ലെങ്കിലും സമയമെടുത്ത മുത്തുകൾ പറക്കുന്നവരിൽ നിന്നും ആ സമയമില്ലാത്തവർ പഠിക്കണം. അങ്ങനെ കുഴിച്ചെടുക്കുന്ന മുത്തുകൾ വിതരണം ചെയ്യുകയാണ് ഞങ്ങളുടെ പണി. നിങ്ങൾ ഈ പരിപാടി ശ്രദ്ധിക്കുമ്പോൾ വാസ്തവത്തിൽ അതുതന്നെയാണ് സംഭവിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കണം. 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, വേറൊരുത്തൻ അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവൻ അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം. ഇവിടെ വിശ്വാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് രക്ഷാകരമായ വിശ്വാസമല്ല. അങ്ങനെ വന്നാൽ അത് ചിലർക്കേ കൊടുത്തിട്ടുള്ളൂ എന്ന് വരുമല്ലോ. ഇവിടെ പറയുന്നത് അത്ഭുതങ്ങൾ ചെയ്യുന്നതിനുള്ള പ്രത്യേക വിശ്വാസമാണ്. അടുത്ത അധ്യായത്തിൽ മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞ അർത്ഥത്തിലാണ്. വേറൊരു വരം പറയുന്നത് രോഗശാന്തികളുടെ വരം എന്നത്രേ. ചില വരങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ നാം വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തങ്ങൾക്ക് അത്ഭുതങ്ങൾ ചെയ്യുവാനുള്ള വരം ലഭിച്ചിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്നതിൽ ബഹുഭൂരിപക്ഷത്തിനും അത് ലഭിച്ചിട്ടില്ല എന്ന് വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. വരത്താലുള്ള സൗഖ്യവും പ്രാർത്ഥനയാലുള്ള സൗഖ്യവും വ്യത്യസ്തമാണെന്ന് മറക്കരുത്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിലെ രോഗശാന്തികൾ അപ്പസ്തോലിക കാലത്തെ അടയാള വരങ്ങളിൽ പെടുന്നവയാണ്. എന്നാൽ പ്രാർത്ഥനയാലുള്ള സൗഖ്യത്തിൻ്റെ ഉദാഹരണമാണ് പൗലോസ് എപ്പഫ്രാദിത്തുസിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതുപോലുള്ള രോഗശാന്തിയെക്കുറിച്ചാണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ 5-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. അപ്പോസ്തലന്മാരുടെ കാലത്തുണ്ടായിരുന്ന വരത്താലുള്ള സൗഖ്യം പെട്ടെന്ന് ലഭിക്കുന്നതും പൂർണ്ണവുമായിരുന്നു. ഏതെങ്കിലും ഒരു പ്രത്യേകതരം രോഗമേ സൗഖ്യമാകൂ എന്നില്ല. വരമെന്ന് പറയുമ്പോൾ ആ അധികാരം പൂർണ്ണമായും വരം ലഭിച്ചിട്ടുള്ള ആളിൽ നൽകിയിരിക്കുന്നു. ഏത് രോഗിയുടെ മേൽ എപ്പോൾ കൈവച്ചാലും വേണ്ട, ഒരു വാക്കുപോലും പറഞ്ഞാൽ, അതുമല്ല നിഴൽ വീഴുകയോ റൂമാലിടുകയോ ചെയ്താൽ സൗഖ്യമാകുമായിരുന്നു. അങ്ങനൊരു വരം എനിക്ക് നൽകിയിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നവർ ഇന്നില്ല. പ്രാർത്ഥനയാൽ ദൈവഹിതപ്രകാരമുള്ള രോഗങ്ങൾ സൗഖ്യമാകുന്നു എന്നത് വാസ്തവമാണ്. ദൈവം ഇന്നും അത്ഭുതം പ്രവർത്തിക്കുന്നു എന്നതിൽ ഒരു സംശയവുമില്ല. എൻ്റെ ജീവിതത്തിൽ അത് അനുഭവിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. എനിക്കറിയാവുന്ന അനേകരുടെ ജീവിതത്തിൽ അത് സംഭവിച്ചതെനിക്കറിയാം. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യം ലഭിച്ച അനേകർ എനിക്ക് എഴുതിയിട്ടുണ്ട്. എന്നാൽ രോഗശാന്തികളുടെ വരം എനിക്കുള്ളത് കൊണ്ടല്ല അങ്ങനെ സംഭവിച്ചത്. ഈ പറഞ്ഞവർ വിശ്വസിച്ചതുകൊണ്ടാണ്. ഇന്ന് ഒരു ദൈവവേദന നേരിട്ട് ചെന്ന് പ്രാപിക്കുവാനുള്ളതാണ് രോഗസൗഖ്യം. വിശ്വസിക്കുന്നവരാണ് അങ്ങനെ കടന്നു ചെല്ലുന്നത്. ആർക്കെങ്കിലും ഈ പ്രത്യേക വരം ഉണ്ടെങ്കിൽ അവർ തൊടുന്ന എല്ലാവരും ഏത് രോഗം ബാധിച്ചവനാണെങ്കിലും സൗഖ്യമാകണം. ഒരു ഉപാധിയും പറയേണ്ടതില്ല. അങ്ങനെ ഇന്ന് ആരെക്കൊണ്ടും കഴിയുന്നില്ല എന്നത് നിങ്ങൾ സമ്മതിക്കുമല്ലോ. അപ്പസ്തോലിക കാലത്ത് നിലവിലിരുന്ന ചില വരങ്ങൾ നിന്നുപോകുമെന്ന് പറഞ്ഞിട്ടുള്ളതിനെക്കുറിച്ച് അടുത്ത അധ്യായത്തിൽ നാം പ്രത്യേകം ചിന്തിക്കുന്നതാണ്. ദൈവം തൻ്റെ മഹത്വത്തിനായി തൻ്റെ നാമം വെളിപ്പെടുത്തുവാൻ ഇന്നും വ്യക്തികളെ എടുത്തുപയോഗിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനൊരു വരം ആരിലെങ്കിലും നൽകിയിട്ടുണ്ടെന്ന് അവകാശപ്പെട്ടാൽ അത് സത്യത്തിന് നിരക്കാത്തതാണ്. ഇന്ന് വലിയ വൈദ്യനായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നാം നമ്മുടെ വിഷയങ്ങൾ നേരിട്ട് കൊണ്ടുചെല്ലുകയാണ് വേണ്ടത്. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ?
എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. ഈ മധ്യസ്ഥരിൽ കൂടി പോകുന്ന പ്രവണത ദൈവം ഒരിക്കലും അനുവദിക്കുന്നില്ല. ലോകം മുഴുവൻ രോഗം സൗഖ്യമാക്കുന്നവർ എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നവർ തങ്ങളുടെ സ്വന്തം സൗഖ്യത്തിനായി എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നോർക്കണം. അവർ പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യൂ. തങ്ങളിൽ ആ കഴിവുണ്ടെന്ന് അവർ അവകാശപ്പെടുമോ എന്ന് തോന്നുന്നില്ല. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു പുരുഷന്റെ അടുത്തോ സ്ത്രീയുടെ അടുത്തോ രോഗസൗഖ്യത്തിനായി താങ്കൾ പോകേണ്ടതില്ല. അവർ കൈവെക്കുന്നതിനാൽ അല്ല സൗഖ്യം ലഭിക്കുന്നത്. താങ്കൾ അതിനായി വിശ്വസിക്കണമെന്നത്ര ദൈവം ആഗ്രഹിക്കുന്നത്. അതെ, നിങ്ങളുടെ വിഷയം നേരിട്ട് ദൈവത്തോട് അറിയിക്കുക. ഇന്ന് ഈ ഇല്ലാത്ത വരമുണ്ടെന്ന് പ്രഖ്യാപിച്ച് വലിയ കച്ചവടം നടത്തുന്നത് എത്ര പരിതാപകരമായ അവസ്ഥയാണ്. ദൈവനാമം ദുഷിക്കപ്പെടുകയാണ്. ഇന്ന് എല്ലാവരും സകല യോഗങ്ങളിലും ഇതൊരു വേലയായി കണ്ടിരിക്കുകയാണ്. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കുമെന്ന് പരസ്യപ്പെടുത്തിയാൽ ആൾ കൂടുതൽ വരുമല്ലോ. ഞാൻ പറയുന്നത് ഒരു വ്യക്തിയുടെ സകല ആവശ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്നത്രേ. ആദ്യമായി ആത്മീയ ആവശ്യങ്ങൾക്ക് വേണ്ടി. അതേ സുഹൃത്തെ, നിങ്ങളുടെ പ്രശ്നം നേരിട്ട് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുചെല്ലുവാൻ താങ്കൾക്ക് പ്രാഗൽഭ്യമില്ലെങ്കിൽ വേറൊരാൾ കൊണ്ടുചെല്ലുന്നത് കൊണ്ടും പ്രയോജനമില്ല. ഇന്ന് എന്തെല്ലാം വിദ്യകളാണ്. രോഗികളുടെ പേര് വിളിച്ച് പറയുക, രോഗവിവരം പോലും പറയും. എല്ലാവരും ഇത് അനുകരിക്കുന്നതിനുള്ള തത്രപ്പാടിലാണ്. സുഹൃത്തെ, മനസാക്ഷിക്ക് വിരുദ്ധമായി ഒന്നും ചെയ്യരുതേ. അതുപോലെ തന്നെ തങ്ങളുടെ പ്രാർത്ഥനയാൽ സൗഖ്യമായി എന്ന് ചിലരെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിച്ച് പ്രസിദ്ധി നേടുന്നവരും ആയത് ദൈവനാമ മഹത്വത്തിനായിട്ടാണോ ചെയ്യുന്നത്? ആരോടും വ്യക്തിപരമായി യാതൊരു വിരോധവും ഉള്ളതുകൊണ്ടല്ല. ദൈവവചനത്തെ വളച്ചൊടിക്കുകയും സ്വന്തം സൗകര്യാർത്ഥം ശുശ്രൂഷിക്കുകയും ചെയ്യുന്നതിനാൽ ഞാൻ പറഞ്ഞെന്ന് മാത്രം കേട്ടോ. ശതാധിപൻ യേശുവിൻ്റെ അടുത്ത് വന്ന് തൻ്റെ ദാസനെ സൗഖ്യമാക്കുവാൻ അപേക്ഷിച്ചത് ഓർക്കുക. തൻ്റെ ദാസൻ്റെ മേൽ കൈവെക്കുവാൻ ശതാധിപൻ ആവശ്യപ്പെട്ടില്ല. യേശു ഒരു വാക്ക് കൽപ്പിച്ചാൽ തൻ്റെ ദാസന് സൗഖ്യം വരുമെന്നാണ് ശതാധിപൻ പറഞ്ഞത്. അവന് വിശ്വാസമുണ്ടായിരുന്നു. ആ വിശ്വാസത്തിൽ യേശു അത്ഭുതപ്പെട്ടുകൊണ്ട് പറഞ്ഞത്, ഇതുപോലുള്ള വിശ്വാസം താൻ ഇസ്രായേലിൽ പോലും കണ്ടിട്ടില്ല എന്നത്രേ. അതെ, വലിയ വൈദ്യൻ്റെ അടുത്തേക്ക് നിങ്ങളുടെ വിഷയം നേരിട്ട് കൊണ്ടു ചെല്ലുക. അവൻ മറ്റാരെയും കൈക്കൊള്ളുന്നത് പോലെ താങ്കളെ കൈക്കൊള്ളും. എനിക്കെഴുതുന്നതിനാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്നാൽ എനിക്കെഴുതുന്നതിന് മുൻപ് നിങ്ങൾ ദൈവസന്നിധിയിൽ വിഷയങ്ങൾ അർപ്പിച്ചിരിക്കണം. നിങ്ങൾ പ്രാർത്ഥിച്ചിരിക്കണം. നാം അന്യോന്യം ഭാരങ്ങളെ ചുമക്കുന്നത് നല്ലതാണ്. രോഗസൗഖ്യം വാങ്ങിത്തരുവാൻ കഴിവുണ്ടെന്ന് അവകാശപ്പെടുന്ന വ്യക്തിയെ സമീപിക്കുന്നത് മിക്കപ്പോഴും നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ടാണ്. ഇന്ന് അപ്പോസ്തലന്മാർ ഇല്ല എന്നോർക്കണം. നമ്മുടെ പദവി എത്ര വലുതാണ്. എൻ്റെ കർത്താവിൻ്റെ അടുത്ത് എന്ന് സകല കാര്യങ്ങളും എനിക്ക് പറയാവുന്നതാണ്. സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളാവുന്നതാണ്. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തെങ്കിലുമൊക്കെ ഭൗമിക കാര്യസാധ്യത്തിനായി പ്രാർത്ഥിക്കുവാൻ ഓരോ ഉപദേശിമാരെ സമീപിച്ച് നടക്കുന്നവർ, അവർക്ക് ദൈവത്തോടുള്ള ബന്ധം നാമമാത്രമായിരിക്കും. ഈ ബലഹീനതയെ ചൂഷണം ചെയ്യുവാൻ കുറേ ആളുകളുമുണ്ട്. പ്രത്യേക കാലത്തേക്ക് ആവശ്യമായ ചില പ്രത്യേക വരങ്ങൾ പരിശുദ്ധാത്മാവ് നൽകുന്നു എന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അത്ര വരങ്ങളുടെ പൂർണ്ണമല്ലാത്ത ഒരു പട്ടിക നമുക്ക് നൽകിയിരിക്കുന്നത്. മാർട്ടിൻ ലൂതർക്ക് തൻ്റെ കാലത്തുണ്ടായിരുന്ന ആ വരം ഇന്ന് ആർക്കെങ്കിലും ഉണ്ട് എന്ന് പറയുവാൻ സാധ്യമല്ല. സഭയായിരിക്കുന്ന ഓരോ കാലത്തും അത് ഭംഗിയായി പ്രവർത്തിക്കുവാൻ ഉതകുന്ന വരങ്ങൾ പരിശുദ്ധാത്മാവ് അംഗങ്ങൾക്ക് നൽകുന്നു. തന്മൂലം സഭ ആ യുഗത്തിൽ പ്രയോജനപ്പെടുന്നു. ചിന്തിക്കൂ സുഹൃത്തെ, ഇത് ദൈവവചനമാണ്. എനിക്കോ നിങ്ങൾക്കോ സൗകര്യമുള്ളതുപോലെ വ്യാഖ്യാനിക്കുവാനുള്ളതല്ല എന്നെനിക്കറിയാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്നെ അറിയിക്കാവുന്നതാണ്. അടുത്ത വാക്യം നോക്കിക്കാട്ട്, 10-ാം വാക്യം. മറ്റൊരുവന് വീര്യപ്രവൃത്തികൾ, മറ്റൊരുവന് പ്രവചനം, മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം, വേറൊരുവന് വിവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. വീര്യപ്രവൃത്തികൾ എന്നാൽ അമാനുഷിക കാര്യങ്ങൾ ചെയ്യുക എന്നത്രേ. വരത്താലുള്ള രോഗസൗഖ്യം കൂടാതെയുള്ള അത്ഭുത പ്രവൃത്തികൾ, കർത്താവ് കൊടുങ്കാറ്റിനെ ശാസിച്ചത്, വെള്ളം വീഞ്ഞാക്കിയത്, അപ്പം വർദ്ധിപ്പിച്ചത്, ഇവയൊക്കെ അത്ഭുത പ്രവൃത്തികളായിരുന്നല്ലോ. പൗലോസ് എലീമാസിനെ ശാസിച്ചത്, പത്രോസ് തബീതയെ ഉയർപ്പിച്ചത്, ഇവയൊക്കെ വീര്യപ്രവൃത്തികളാണ്. വീര്യപ്രവൃത്തികൾക്ക് അത്ഭുത പ്രവൃത്തികൾ എന്ന് ഇംഗ്ലീഷിൽ പ്രയോഗിച്ചിരിക്കുന്നു. പ്രസ്തുത പ്രവൃത്തികളിൽ വ്യാപരിക്കുന്ന അത്ഭുതകരമായ ശക്തിയെ കാണിക്കുന്നു. അപ്പോസ്തലന്മാരുടെ കാലത്ത് വീര്യപ്രവൃത്തികൾ നടന്നതായി നാം വായിക്കുന്നു. എന്നാൽ ഇന്ന് അതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ കാണുവാൻ സാധിക്കുന്നു. അത് നിങ്ങൾക്കറിയാമോ? നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ അവൻ ഒരു വാക്ക് ഒരു വ്യക്തിയോട് സംസാരിച്ചപ്പോൾ ആ വ്യക്തി മാനസാന്തരപ്പെട്ടു. അവൻ ശമര്യക്കാരത്തെ സ്ത്രീയോട് സംസാരിച്ചു, നിക്കോദീമസിനോട് സംസാരിച്ചു, അവർ രൂപാന്തരപ്പെട്ടു. അതിൽ ഞാൻ അത്ഭുതപ്പെടുന്നില്ല. അവൻ ദൈവപുത്രനായിരുന്നു.
എന്നാൽ ഇന്ന് നിങ്ങളും ഞാനും വചനം സംസാരിക്കുമ്പോൾ ആരെങ്കിലും രക്ഷിക്കപ്പെടുന്നെങ്കിൽ അതൊരു വലിയ അത്ഭുതം തന്നെയാണ്. ഇന്ന് ദൈവം തൻ്റെ മക്കളിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു സുഹൃത്തെ. പ്രവചനം വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നു. ഭാവിയെക്കുറിച്ച് പറയുന്നത് മാത്രമല്ല പ്രവചനം. ദൈവത്തിൻ്റെ ആലോചന വെളിപ്പെടുത്തുകയും ദൈവഹിതം എന്തെന്ന് നേരത്തെ പ്രസ്താവിക്കുകയും ചെയ്യുന്നു. സത്യങ്ങളുടെ വെളിപ്പാടിനാൽ നൽകുന്ന ആത്മനിശ്വസ്തമായ പ്രഭാഷണമാണ് പ്രവചനം. പ്രവചിക്കുക എന്നാൽ ദൈവവചനം പ്രസംഗിക്കുക എന്നത്രേ. കൈനോട്ടക്കാരുടെ കൂട്ട് ഭാവിയെക്കുറിച്ച് പറയുവാനല്ല, ദൈവവചനം അറിയിക്കുവാൻ താല്പര്യമുള്ള ആളുകളെയാണ് ഇന്ന് ആവശ്യം. ഒരു ദൈവവൈതലിൻ്റെ ഭാവി എല്ലാം ദൈവകരങ്ങളിൽ സുരക്ഷിതമാണ്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല സുഹൃത്തെ. ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്ന ആളുകളെയാണ് നമുക്കിന്ന് ആവശ്യം. അങ്ങനെ അറിയിച്ചിട്ട് തൻ്റെ ആത്മാവിനാൽ വചനം ഉപയോഗിക്കുവാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ. ഈ വരം എത്ര മഹത്തായതാണ്. തുടർന്ന് ആത്മാക്കളുടെ വിവേചനം എന്നതത്രേ. ഇതിൻ്റെ അർത്ഥം വാസ്തവവും അവാസ്തവവും തമ്മിൽ തിരിച്ചറിയുവാനുള്ള കഴിവ് എന്നത്രേ. സ്വന്തം ഉപദേശങ്ങൾ ദൈവിക വെളിപ്പാടുകൾ എന്ന ഭാവേനെ പറയുന്ന ഉപദേഷ്ടാക്കന്മാർ സഭകളിൽ നുഴഞ്ഞു കയറി പഠിപ്പിച്ചിരുന്നു. ഇങ്ങനെ പറയുന്ന വാക്കുകൾ ദൈവാത്മാവിനാലോ അല്ലയോ എന്ന് വിവേചിക്കുക. പ്രസ്തുത വാക്കുകൾ പൈശാചികമാണോ ദൈവികമാണോ എന്ന് വിവേചിക്കുവാൻ പ്രവാചകന്മാർക്ക് കഴിയുമായിരുന്നു. വേറൊരു വരം പലവിധ ഭാഷകളാകും. ആത്മിക വരങ്ങളിൽ ഭാഷാവരം പോലെ വാദപ്രതിവാദത്തിനും അഭിപ്രായ ഭിന്നതയ്ക്കും ഇടയാക്കിയ ഒന്ന് സഭാചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അറിയപ്പെടാത്ത ഭാഷകളാണോ? ഒരിക്കലുമല്ല. അറിയപ്പെടാത്ത ഭാഷകൾ തിരുവചനത്തിൽ ഉദ്ദേശിച്ചിട്ടില്ല. ഇത് അറിയപ്പെടുന്ന ഭാഷകളാണ്. തിരുവചനം ഇന്നും പരിഭാഷപ്പെടുത്തിയിട്ടില്ലാത്ത അനേകം ഭാഷകളുണ്ട്. ഈ ഭാഷാവരത്തെക്കുറിച്ചും നാം പിന്നീട് ചിന്തിക്കുന്നതാണ്. തുടർന്ന് പറഞ്ഞിരിക്കുന്ന വരം ഭാഷകളുടെ വ്യാഖ്യാനം എന്നുള്ളതത്രേ. അർത്ഥവിവരണവും വിശദീകരണവും എന്ന് ചുരുക്കം. 11-ാം വാക്യം. എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. പരിശുദ്ധാത്മാവ് ഇതിലെല്ലാം സർവാധിപതിയാണ് സുഹൃത്തെ. എന്നിരുന്നാലും അതിശ്രേഷ്ഠ വരങ്ങൾക്ക് വേണ്ടി വാഞ്ചിപ്പാൻ നമുക്ക് അവകാശമുണ്ട്. അതത്രേ പൗലോസ് കൊരിന്ത്യരോട് പറയുവാൻ പോകുന്നത്. കൊരിന്ത്യർ ദൃഢ വിശ്വാസികളായിരുന്നു എന്ന് പറഞ്ഞാൽ വളരെ താണ ഒരു ആത്മീയ നിലവാരമായിരുന്നു അവരുടേത്. ഈ അന്യഭാഷാ പ്രസ്ഥാനത്തിൽ അവർ ആകൃഷ്ടരായിരുന്നു. അത് മാത്രമേ ആത്മാവിൻ്റെ വരമായിട്ടുള്ളൂ എന്നവർ വിശ്വസിച്ചു പോകുന്നു. അതുകൊണ്ടത്രേ പൗലോസ് അത് ഈ ലേഖനത്തിൽ ചർച്ച ചെയ്യുന്നത്. കൊരിന്ത്യ സഭയിൽ തെറ്റായിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെ തിരുത്തുവാനാണ് പൗലോസ് ശ്രമിക്കുന്നത്. അതെ, അവിടെ അനേകം കാര്യങ്ങൾ തെറ്റായിട്ടുള്ളതായിരുന്നു. 12-ാം വാക്യത്തിൽ ശരീരം ഒന്ന്, അതിന് അവയവം പലതും, ശരീരത്തിൻ്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവുമായിരിക്കുന്നത് പോലെയാകുന്നു ക്രിസ്തു. ഈ ഭാഗം പഠിക്കുവാൻ തുടങ്ങുമ്പോൾ 2 വാക്യങ്ങൾ കൂടി ഈ ഭാഗത്ത് നമുക്ക് ഉൾപ്പെടുത്തി ചിന്തിക്കാം. 20-ാം വാക്യം. എന്നാൽ അവയവങ്ങൾ പലതെങ്കിലും ശരീരം ഒന്ന് തന്നെ. 27-ാം വാക്യം. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെയായി അവയവങ്ങളുമാകുന്നു. മനുഷ്യ ശരീരത്തോട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് പൗലോസ് ഇവിടെ സംസാരിക്കുന്നു. ഇവിടുത്തെ ചിന്താവിഷയം പ്രാദേശിക സഭയാണ്. വ്യത്യസ്തങ്ങളായ ജോലി നിർവഹിക്കുന്ന പല അവയവങ്ങൾ ഒരു ശരീരത്തിലുള്ളതുപോലെ സഭയിലെ അംഗങ്ങൾ വിവിധങ്ങളായ ജോലി ചെയ്യേണ്ടതുണ്ട്. മനുഷ്യ ശരീരത്തിൽ 100 കണക്കിന് 1000 അവയവങ്ങളുണ്ട്. സഭയിൽ അതെ, ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ അനേകം വരങ്ങളുണ്ട്. 100 കണക്കിന്, ഒരുപക്ഷെ 1000 വരങ്ങൾ. ഓരോ അവയവവും ഓരോ ആകൃതിയോട് കൂടിയതും പ്രത്യേക ജോലിയുള്ളതുമാണ്. വ്യക്തികളെയാണ് അവയവമായി പറയുന്നത്. അവയവം പലതാണെങ്കിലും ശരീരം ഒന്നേ ഉള്ളൂ. ക്രിസ്തുവാണ് അവയവങ്ങളെ യോജിപ്പിക്കുന്നതും ശരീരത്തിൻ്റെ ഐക്യത്തിന് അടിസ്ഥാനവും ക്രിസ്തുവാണ്. ശരീരവും അവയവങ്ങളും തമ്മിലുള്ള ബന്ധം ജീവൽ ബന്ധമാണ്. ഒരിക്കൽ എൻ്റെ കാലൊന്ന് മടുത്തു, ഭയങ്കര വേദന. ഡോക്ടറുടെ അടുത്ത് പോയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ കാലിൻ്റെ പത്തിയിൽ എത്ര അസ്ഥികളുണ്ടെന്ന്. ഡോക്ടർ പറഞ്ഞു 27 അസ്ഥികളുണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ 27 അസ്ഥികളും ഒടിഞ്ഞു കാണുമെന്ന്. അത്രയ്ക്ക് വേദനയായിരുന്നു. എന്നാൽ ഡോക്ടർ പറഞ്ഞു, അണിവിരലിന് മാത്രമേ കുഴപ്പമുള്ളൂ എന്ന്. അതെ, അണിവിരലിൻ്റെ വേദന ശരീരം മുഴുവൻ വേദനയായി. ഒരു അവയവം കഷ്ടമനുഭവിക്കുമ്പോൾ എല്ലാം വേദനിക്കുകയാണ്. ശരീരം അനേകം അവയവങ്ങളാൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അസ്ഥികളുണ്ട്, മാംസപേശികളുണ്ട്, ഗ്രന്ഥികളുണ്ട്, ഞരമ്പുകളുണ്ട്, രക്തധമനിക്കുഴലുകളുണ്ട്. എല്ലാം ഒരുപോലെ പ്രധാനപ്പെട്ടവയാണ്. ചില അവയവങ്ങൾ ആകർഷകമല്ല, എന്നാലും അവ അവയവങ്ങളാണ്, പ്രധാനപ്പെട്ടത് തന്നെയാണ്. ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ അനേകം അവയവങ്ങളുണ്ട്. അവയിൽ ചിലത് നാം ഒരിക്കലും കാണുന്നവയല്ല.
വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം വഹിക്കുന്ന പലരെയും കുറിച്ച് ലോകത്തിന് അറിയില്ല സുഹൃത്തെ. ഞാൻ ചെയ്യുന്ന ഈ ശുശ്രൂഷയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന അനേകർ എൻ്റെ പിൻപിലുണ്ട്. എന്നാൽ നിങ്ങൾ എന്നെയാണ് എന്നും കേൾക്കുന്നത്. ഇതെല്ലാം ഞാൻ മാത്രമാകുന്നു ചെയ്യുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. അത് ശരിയല്ല കേട്ടോ. വളരെ പ്രധാനപ്പെട്ട വേലകൾ ചെയ്യുന്നവരെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനിയും വിശ്വാസികളുടെ ശരീരമാകുന്ന ഇതിൽ എങ്ങനെയാണ് ഒരു വ്യക്തി അംഗമാകുന്നത്? അടുത്ത വാക്യത്തിൽ നാം കാണുന്നു, 13-ാം വാക്യം, യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. ഇതത്ര പരിശുദ്ധാത്മസ്നാനം. പരിശുദ്ധാത്മാവാകുന്നു നമ്മെ വിശ്വാസികളുടെ സമൂഹമാകുന്ന ശരീരത്തിൽ ചേർക്കുന്നതും ഓരോ അംഗത്തിനും കൃപാവരങ്ങൾ നൽകുന്നതും. നാം ആ ശരീരത്തിൽ പ്രവർത്തിക്കണം, ആ വരം നാം ഉപയോഗിക്കണം. ഒരുപക്ഷെ ആരും കാണാത്തതെങ്കിലും അതിപ്രധാനമായൊരു ശുശ്രൂഷയുമായി നിൽക്കുന്ന വ്യക്തി ആയിരിക്കും താങ്കൾ. നമുക്ക് ഓരോരുത്തർക്കും വരമുണ്ട്. നാം ഓരോരുത്തരും നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് പ്രവർത്തിക്കേണ്ടതാണ്. പുതിയ നിയമത്തിൽ മാത്രം കാണുന്ന ഒരു സത്യമാണ് പരിശുദ്ധാത്മസ്നാനം. പുതിയ നിയമത്തിൽ ആകെ 7 പ്രാവശ്യമേ ഈ വാക്ക് വരുന്നുള്ളൂ. ആത്മസ്നാനത്തിൻ്റെ ഫലം ഏക ശരീരം ഉരുവായതാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയോട് ഏകീഭവിപ്പിക്കുന്നു, ഒന്നാക്കുന്നു. അതത്രേ പരിശുദ്ധാത്മസ്നാനം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവം അല്ലെങ്കിൽ അംഗമായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവം ആയിരിക്കുക എന്നതാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ. ഈ ജീവിതത്തിൽ നമുക്ക് ലഭിക്കാവുന്നതിലേക്കും അതിമനോഹരമായ ഒരു പദവിയാണത്. എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അപ്രകാരം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവമായി തീർന്നിട്ടുണ്ട്, അവൻ്റെ സഭയുടെ അംഗമായി തീർന്നിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. വിശ്വാസത്താൽ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ ദൈവം നമ്മെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ, അതായത് ക്രിസ്തുവിൻ്റെ സഭയുടെ അംഗങ്ങളാക്കി തീർക്കുന്നു. ആ അവസ്ഥ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ്. ഏതെങ്കിലും സഭാവിഭാഗത്തിലെ അംഗം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാകുന്നു. ഇന്നത്തെ പഠനം നിങ്ങൾക്ക് പ്രയോജനകരമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ചിന്തിച്ചാട്ടെ, കൂടുതൽ പ്രയോജനകരമായി ജീവിപ്പാൻ ദൈവവചനം പഠിച്ചാട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.